അന്ന് നമ്മൾ അഗസ്ത്യൂടത്തിൽ കിടന്നപ്പോഴേ മുഖം മൂടിയിട്ട് ഒരുത്തം വന്നില്ലേ? അത് അവനായിരിക്കും, ആ മാർക്കോ. അവനെ തല്ലിക്കൊല്ലാതെ ലക്ഷ്മിയുടെയും കണ്ണന്റെയും കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രതാപ. ഇനി തിരിച്ച് നമ്മളെയൊക്കെ അവർ തല്ലിക്കൊല്ലാതിരുന്നാ കൊള്ളാം. ഇപ്പൊ തന്നെ നല്ല ഭീഷണി ഉണ്ടല്ലോ. ഒരു ഭാര്യ വന്നതോടെ എല്ലാം അവരിൽ അർപ്പിച്ച് ജീവിക്കുന്ന എന്റെ ഏട്ടനോട് എനിക്ക് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. ഒരവസരം വന്നാ ഇനി ബന്ധോ സ്വന്തോ ഒന്നുമില്ല. അയാളുടെ നെഞ്ചത്ത് ആദ്യ താണി തറയ്ക്കുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. എടാ, ഇങ്ങനെ പറഞ്ഞാ പോരടാ, ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. കണ്ണനെയോ മഹാലക്ഷ്മിയോ നീ പുകച്ച് കളയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുത്ത് ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാ. പക്ഷേ അവനും അവക്കും ഇനി ആയുസ് നീട്ടി കൊടുക്കരുത്.